ഓക്കെ, ഇവിടെ നോക്കിയേ എങ്ങനെയാന്ന്. ഒരു ബീം ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ ബീം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? sir. Okay, so this is AB, horizontal beam AB. ഇതിന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. 10 മീറ്റർ. Horizontal beam AB of length 10 meter is acted upon by a set of forces as in the figure. അപ്പൊ ഇവിടെ ഫോഴ്സസ് എയില് 1 കിലോ ന്യൂട്ടൺ. എന്റെ കൂടെ വരച്ചോണേ. എയില് 1 കിലോ ന്യൂട്ടൺ. ദെൻ പിന്നെ ബിയില് ഇൻക്ലൈൻഡ് ആയിട്ട് 2 kilonewton, and this angle, the inclination 60 degree. Then C എന്ന് പറയുന്ന പോയിന്റില്, so this is point C. C എന്ന് പറയുന്ന പോയിന്റില് again inclined ആയിട്ട് 1.5 kilonewton. 1.5 kilonewton. This inclination is 30 degree. Then ഇവിടെ D എന്ന് പറയുന്ന പോയിന്റില് again inclined ആയിട്ട് ഇങ്ങോട്ട് inclined ആയിട്ട് 1 kilonewton. 1 kilonewton, and this inclination is 45 degree. So this distance is 3 meter. പിന്നെ ഈ നടുക്ക് സെന്ററിലുള്ള ഡിസ്റ്റൻസ് CD 4 meter, and this distance is 3 meter. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ഇതേപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം റിസോൾവ് ചെയ്യണം. എന്താണ്? സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കണം. That is the first step. Then sigma fy കണ്ടുപിടിക്കണം. Then നമ്മുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. റിസൾട്ടന്റ് R. What is the resultant? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതാണ് what is the magnitude, direction and position of the resultant. Okay, അപ്പം റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഡയറക്ഷൻ വേണമെങ്കിൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. സോ ആംഗിള് തീറ്റ. റിസൾട്ടന്റിന്റെ ആംഗിൾ കണ്ടുപിടിക്കണം. പിന്നെ ലാസ്റ്റില് പൊസിഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? എവിടാണ് റിസൾട്ടന്റിന്റെ പൊസിഷൻ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ കിട്ടാനായിട്ട് നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കണം. മൊമെന്റ്. ഇത്രയും കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കാം. പറയാമോ? സിഗ്മ എഫ് എക്സ് എത്ര ആയിരിക്കും എന്ന് പറയാം? ഓക്കെ, ഓക്കെ. സോ സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ, സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കി, ഇവിടെ ആദ്യം 1.5 കിലോ ന്യൂട്ടൺ 30 ഡിഗ്രിയില്. അപ്പം എന്ത് വരും? 1.5 cos 30. ശരിയാണോ? ഓക്കെ. ദെൻ ഡിയിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങോട്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പൊ എന്ത് വരും? -1 cos 45. മൈനസ് ആണ്, -1 cos 45. ഇനി ഇവിടെ ഈ പോയിന്റ് വരുമ്പോഴത്തേക്ക് എന്തായി? ഈ പോയിന്റ് വരുമ്പോഴത്തേക്ക് 2 ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ അപ്പൊ -2
cos 60. cos. Okay, that is equal to എത്ര വരും നോക്കി കാൽക്കുലേറ്ററിൽ. $1.61 ആകട്ടെ. 1. ഇതിൽ മൈനസ് പോയിന്റ്സ് ഒന്നുകൂടെ നോക്കിയേ. ആ 1.61 ആകട്ടെ. പക്ഷെ ഇതിൽ മൈനസ് 0 പോയിന്റ് എന്നാണല്ലോ എഴുതിയേക്കുന്നത്. ഓക്കെ, ആൻസറിൽ അങ്ങനെ കിടക്കുന്നത്. വെയിറ്റ് ഞാനൊന്ന് കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്യട്ടെ. വെയിറ്റ്. $1.5 into cos 30. Okay, so 1.5 into cos 30 എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയത് that is equal to 1.299 minus cos 45 0.707 minus 2 into cos 60 എത്രയാണ് 1 എന്ന് പറഞ്ഞിട്ട് minus 1. So that is equal to 1.299 minus 0.707 minus 1. അതങ്ങനെ അടോണെങ്കിൽ മൈനസ് അടോണെങ്കിൽ കാൽക്കുലേറ്ററിൽ തെറ്റാണത്. ഇതിന്റെ ആൻസർ മൈനസ് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ അറിയത്തില്ലയോ 408 എന്ന് ഒന്ന് ചെയ്ത് ചെയ്ത് അതിലൊന്നും ചെയ്ത് cos 60 1.61 ആകട്ടെ. അല്ലല്ല, അത് എനിക്ക് കിട്ടിയേക്കുന്നുണ്ടോ, ഞാൻ ഇവിടെ കാൽക്കുലേറ്ററിൽ ചെയ്തതാ. സോ കാൽക്കുലേറ്ററിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്ന് ചെയ്തേ 1.5 into cos 30 മാത്രം ചെയ്ത് എത്ര വന്നു? 0.5 into cos 30 0.23. ഏത് 1.5 into cos 30? അപ്പൊ തെറ്റാ കാൽക്കുലേറ്റർ. അടോണയുടെ കാൽക്കുലേറ്റർ തെറ്റാണ്. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം സർ. 1.5 into cos 30 എന്ന് പറയുന്നത് എത്ര എഴുതിയേക്കുന്നത് നോക്കി ഇവിടെ. 1.29. അതാണ് കിട്ടേണ്ടത്. അപ്പൊ അതിന് പകരം ആ കാൽക്കുലേറ്റർ എടുത്ത് കളഞ്ഞേക്കുക. വേറെ പുതിയ കാൽക്കുലേറ്റർ, കാരണം ബിക്കോസ് മെക്കാനിക്സിൽ കാൽക്കുലേറ്റർ കറക്റ്റ് അല്ലെങ്കിൽ ആൻസർ തെറ്റാ വരുന്നത്. സ്മാർട്ട് ഫോൺ ആണോ കയ്യിലിരിക്കുന്നത്? അതിനകത്ത് കാൽക്കുലേറ്റർ ഇല്ലയോ സയന്റിഫിക് ഉണ്ടല്ലോ? അത് വെച്ച് ചെയ്ത് ഇപ്പൊ ഈ ക്ലാസ് ഫോണിൽ നിന്നാണോ ലാപ്ടോപ്പിൽ നിന്നാണോ കയറിയേക്കുന്നത്? ഓക്കെ, അപ്പം ഫോൺ എടുത്ത് കാൽക്കുലേറ്റർ എടുത്ത്
minus 1 into cos 45 minus 2 into cos 6. ഇപ്പൊ മൈനസ് 0.408 കിട്ടി. അതാണ് ആൻസർ, കണ്ടില്ലേ? ആ ഓക്കെ, അപ്പൊ എഴുതിക്കാത്. സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 0.408. ആ സർ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സൈഡിലോട്ടൊന്ന് എഴുതുകയാണ്. സോ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 0.408 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി സിഗ്മ എഫ് വൈ കണ്ടുപിടിക്കണം. ഓക്കെ, സോ സിഗ്മ എഫ് വൈ എന്ന് പറയുമ്പോൾ സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു, ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയോ, 1 താഴോട്ടുണ്ട്, 1 താഴോട്ട്, എയില് 1 താഴോട്ട്, സോ മൈനസ് 1, ശരിയാണോ? ദെൻ സിയിൽ വരുമ്പോഴത്തേക്ക് വീണ്ടും താഴോട്ട് എന്ന് പറയുമ്പോൾ മൈനസ് 1.5 സൈൻ 30 മൈനസ് വീണ്ടും താഴോട്ട് 1 into sin 45. ഓക്കെ, മൈനസ് എന്തോരും മൈനസ് 2 into സൈൻ 60. ഓക്കെ, അപ്പൊ അതിന്റെ ചെയ്ത് മൈനസ് 4.189. ഞാൻ നോക്കട്ടെ. മൈനസ് 1 മൈനസ് 1.5 into sin 30, then minus sin 45, then minus 2 into sin 60, minus 4.189 ആണോ? യെസ്, അപ്പൊ എഴുതിക്ക് മൈനസ് 4.189 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ ഞാൻ സൈഡിലോട്ടൊന്ന് എഴുതുകയാണ്. സോ സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് 4.189 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി നമ്മൾ സിഗ്മ എഫ് എക്സും കിട്ടി, സിഗ്മ എഫ് വൈയും കിട്ടി. So you have to find resultant. So resultant R is equal to, എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? റൂട്ട് ഓഫ് sigma fx square plus sigma fy square. സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. ഓക്കെ, എത്ര കിട്ടിയെന്ന് പറയാം. സോ R is equal to minus 0.408. 4.2088. Okay, so 4.2 something കിട്ടും. So 4.209 kilonewton. So this is the resultant. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നതാണ് what is the magnitude of the resultant. So resultant R is equal to 4.209 kilonewton. So sigma fx is equal to minus 0.408 kilonewton. Sigma fy is equal to minus 4.189 kilo. എന്ന് പറഞ്ഞാൽ രണ്ടും മൈനസ് ആണ്. സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും രണ്ടും മൈനസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിസൾട്ടന്റിന്റെ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയായിരുന്നു? റിസൾട്ടന്റ് ഡയഗ്രാം വരച്ചാൽ എങ്ങനെ വരും? റിസൾട്ടന്റ് ഡയഗ്രാം വരച്ചാൽ ഇതാ ഇങ്ങനെ വരും. അതായത് രണ്ടും മൈനസ് ആണ്. രണ്ട് മൈനസ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് മൈനസ് 0.408. ദെൻ വൈയും മൈനസ് ആണ്, സിഗ്മ വൈ താഴോട്ട്. ഓക്കെ, സോ എന്ത് വരും? 4.189. ഓക്കെ, അപ്പം റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിരിക്കും വരുന്നത്.
Okay, so this is the resultant. That means third quadrant എന്നുള്ള concept. Resultant. So this is the resultant. എത്രയാണ് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 4.209 ന്യൂട്ടൺ. This is the resultant. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ റിസൾട്ടന്റ് ഈ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, സേ ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അത് നെക്സ്റ്റ് അത് കണ്ടുപിടിക്കാം. Okay, so the equation is tan theta is equal to, tan theta is equal to അതായത് മോഡുലസ് ഓഫ് ദിസ്, അതായത് സിഗ്മ എഫ് വൈ. എന്താണ് ഇക്വേഷൻ? എന്താണ്? സിഗ്മ എഫ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ് കണ്ടുപിടിച്ചേ. സോ തീറ്റയുടെ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എത്ര വരും പറയാം? 84.437 degree. Okay, so this is 84.437. 84.437 degree. Okay, ഇനി നമ്മൾ ആൽഫയും കൂടെ കണ്ടുപിടിക്കണം. ആൽഫയും കൂടെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ എത്ര കൂടെ കൂട്ടണം? ഇതിന്റെ കൂടെ 180 കൂടെ കൂട്ടണം. സോ 180 പ്ലസ് 84.437. ഈ 180 എവിടെ നിന്നാ വന്നെന്ന് മനസ്സിലായോ? 180 തേർഡ് ക്വാഡ്രന്റ്. അതായത് ഇത് ആക്ച്വലി ഇത് ഒറിജിൻ ആയിട്ട് എടുത്താല് ഇത്, അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? ദിസ് ആംഗിൾ ഈസ് 180 ഡിഗ്രി. നമ്മൾ എപ്പോഴും ഈ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം 180 പ്ലസ് ഈ ആംഗിൾ തീറ്റ എത്ര വരും? 264.437. 264.437 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്ഷനും കിട്ടി. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സോ തീറ്റ ഈസ് ഈക്വൽ ടു 84.437. അതുപോലെ ആൽഫ കണ്ടുപിടിച്ച് നോക്കണം. ആൽഫ ഈസ് ഈക്വൽ ടു 264.437 ഡിഗ്രി. ഓക്കെ, ഇനി എന്താണ് ബാക്കി? നമുക്ക് ഇനി എന്താ പെൻഡിങ് ഉള്ളത് കണ്ടുപിടിക്കാനുള്ള? പൊസിഷൻ ആണ്. ഓക്കെ, പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തെടുത്താൽ മതി? മൊമെന്റ്. അത് തന്നെ, കറക്റ്റ്. ഓക്കെ, ഇപ്പൊ നമ്മള് നെക്സ്റ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് റിസൾട്ടന്റ്. Position of the resultant. Okay, അപ്പൊ നമ്മൾ മൊമെന്റ് എടുക്കാം. മൊമെന്റ് എബൌട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിന് എബൌട്ട് ആയിട്ട് വേണം മൊമെന്റ് എടുക്കാൻ. അപ്പൊ നമ്മൾ മൊമെന്റ് എബൌട്ട് എ ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? എബൌട്ട് പോയിന്റ് എ. ഈ എ എന്ന് പറയുന്ന പോയിന്റിന് എബൌട്ട് ആയിട്ടാണ് ഞാൻ മൊമെന്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞു ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ, അതായത് ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാല് 1.5 ഇൻറ്റു സൈൻ 30. ശരിയാണോ? കറക്റ്റ് ആണോ? സിയില്. ഓക്കെ, സോ 1.5 സൈൻ 30 ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു എ തൊട്ട് സി വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണ്. ശരിയാണോ? അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ? ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അതിന്റെ സൈൻ എന്ത് കൊടുക്കണം? സൈൻ പോസിറ്റീവ് കൊടുക്കണം. ഓക്കെ, ദെൻ
പ്ലസ് അടുത്ത ഫോഴ്സ് എടുത്തേ. അടുത്ത ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് 1.5 ഇൻറ്റു 1.5 സോറി 1.5 അല്ല 1 സോറി 1.5 അല്ല 1. ഓക്കെ, അടുത്തത് 1 sin 45 into perpendicular distance 4 plus 3 7. ഓക്കെ, അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ? അത് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ അവിടെ സൈൻ പ്ലസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോണം. ദെൻ പ്ലസ് അടുത്തത് 2 sin 60 into എന്താണ് 10 മീറ്റർ. ഓക്കെ, അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ? ക്ലോക്ക് വൈസ് ആണ്. സോ അവിടെ സൈൻ പോസിറ്റീവ്. അപ്പൊ എത്ര വരും പറഞ്ഞേ? 23.022. 23.022. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്നത് 24 ആണ്. ഓക്കെ, കിട്ടിയത് എഴുതിക്കോ. സോ 24.52 യൂണിറ്റ് എന്താന്ന് പറയാം? ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ അല്ല, ഇവിടെ തന്നേക്കുന്ന ഏതിലാ? കിലോ ന്യൂട്ടൺ. അത് തന്നെ. സോ കിലോ ന്യൂട്ടൺ മീറ്റർ, അതാണ് കേട്ടോ, കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, okay, then okay, അപ്പൊ ഇത് നമ്മൾ ഈ മൊമെന്റ് എടുത്തപ്പോ ഇതിന്റെ സൈൻ എന്തുവാ വന്നേ നോക്കിയേ? പോസിറ്റീവ് ആണ് അല്ലെ ഇതിന്റെ സൈൻ. ദാറ്റ് മീൻസ് അത് ഏത് മൊമെന്റ് ആണ്? ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ? ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇതിന്റെ റിസൾട്ടന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, റിസൾട്ടന്റ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വരയ്ക്കുകയാണ്. So this is my beam AB. Okay, and ഇവിടെ എവിടെയോ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നാണ് ആര് ആക്ട് ചെയ്യുന്നത്? റിസൾട്ടന്റ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? റിസൾട്ടന്റ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. റിസൾട്ടന്റ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ആംഗിൾ എത്ര ആയിരുന്നു? ഈ ആംഗിൾ തീറ്റ അത് തന്നെ 84 സംതിങ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്, ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇത് നമുക്ക് എക്സ് എന്ന് പറഞ്ഞെടുക്കാം. ദിസ് ഈസ് എക്സ്, ദിസ് ഡിസ്റ്റൻസ് ഈസ് എക്സ്. നമുക്ക് ഈ പൊസിഷൻ ആണ് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് കിട്ടിയാൽ നമുക്ക് പറയാം ഈ പോയിന്റിൽ നിന്നാണ് ആ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാമെന്ന് വെച്ചാല് മൊമെന്റ് അബൌട്ട്. ഓക്കെ, ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് എഴുതിട്ട് തുടയ്ക്കാം. ഓക്കെ, ഈ ഫിഗർ ഒന്ന് തുടയ്ക്കാം. ഓക്കെ, സോ നമുക്കിപ്പം മൊമെന്റ് അബൌട്ട് എ കിട്ടി. സോ മൊമെന്റ് അബൌട്ട് എ is equal to 24.52 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ഇതുകൂടെ ഒന്ന് റബ്ബ് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പൊ നമുക്ക് മൊമെന്റ്
ഓഫ് റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. മൊമെന്റ് ഓഫ് റിസൾട്ടന്റ്. അപ്പൊ നമുക്ക് ദിസ് ഈസ് ദ റിസൾട്ടന്റ് ആൻഡ് ഈ എ എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് നമുക്ക് വേണം. ഈ ഡിസ്റ്റൻസിന് ഞാൻ ഡി എന്ന് കൊടുത്തു. നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. Okay, sir. സോ മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ റിസൾട്ടന്റ് എത്ര ആയിരുന്നു? 4.209 ആയിരുന്നു. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു 4.209 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? ഡി ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മൾ ഈ ഫോഴ്സിന്റെ എല്ലാം എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? വിത്ത് റെസ്പെക്ട് ടു മൊമെന്റ് എ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എത്രയാണ്? മൊമെന്റ് അബൌട്ട് എ എത്രയാണ്? മൊമെന്റ് അബൌട്ട് എ 23.02. 24. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 24.52 ആണ്. ഓക്കെ, 24.52 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടും എന്താണ്? ഇവിടെ മൊമെന്റ് അബൌട്ട് എ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം, അല്ലെ? ശരിയല്ലേ? അതായത് ഇത് റിസൾട്ടന്റിന്റെ മൊമെന്റ് ആണ്, ഇത് ബാക്കിയുള്ള ഫോഴ്സസിന്റെ മൊമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. 4.209 into d, that is equal to 24.52. അപ്പൊ അവിടെ നമുക്ക് d യുടെ വാല്യൂ കിട്ടും. d യുടെ വാല്യൂ എത്രയാണ്? d is equal to എത്രയാണ്? 5.46. എത്രയാണ്? d is equal to 5.46. 826 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5.826. അപ്പൊ നമുക്ക് വേണ്ടത് ഈ എക്സ് ആണ് വേണ്ടത്. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സൈൻ തീറ്റ എടുത്താൽ നടക്കൂ. സൈൻ തീറ്റ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 5.826 അല്ലെ? ഡിവൈഡഡ് ബൈ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എക്സ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 5.826 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയുടെ വാല്യൂ എത്ര ആയിരുന്നു? 84.437. എക്സ് എത്ര നോക്കി? എത്ര കിട്ടി? എക്സ് 5.85. എത്രയാണ്? 5.85. 5.85 അല്ലേ? 5.853. So that is equal to 5.853 meter. So this the distance x 5.853 meter. അപ്പൊ നമുക്ക് എല്ലാം കിട്ടി. ഓക്കെ, സോ നമുക്ക് വേണ്ടത് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി. എത്രയായിരുന്നു റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്? 4.209 കിലോ ന്യൂട്ടൺ. ദെൻ അതിന്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടി. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 അല്ലെങ്കിൽ 264.437 from the positive x-axis. Okay. Then finally position. എവിടെയാണ് ഈ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്? റിസൾട്ടന്റ് എവിടെ ആക്ട് ചെയ്യുന്നത്? 5.853 ഫ്രം പോയിന്റ് എ. ശരിയാണോ?
sir. 5.853 from point A. Clear? Yes, sir. Okay. അപ്പൊ ഇതാണ് കോപ്ലനാർ നോൺ കൺകറന്റ് ഫോഴ്സ്. അപ്പൊ ഈ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ അതായത് അപ്പൊ ഇങ്ങനെ ഫോഴ്സ് ഇങ്ങനെയും വരും, ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് ഫോഴ്സ് വരുമ്പോൾ അതിനെ അങ്ങ് റിസോൾവ് ചെയ്താൽ മതി. റിസോൾവ് ചെയ്യാൻ അറിയാമല്ലോ? അറിയാം സർ. ഓക്കെ, അപ്പൊ അങ്ങനെ റിസോൾവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തില് സിഗ്മ ഒന്നുകൂടെ ശ്രദ്ധിച്ച് റൈറ്റ് സൈഡിലോട്ട് നോക്കിയേ. സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുക, സിഗ്മ എഫ് ഒ കണ്ടുപിടിക്കുക, റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, തീറ്റയും ആൽഫയും കണ്ടുപിടിക്കുക, മൊമെന്റ് അപ്ലൈ ചെയ്യുക. മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പൊസിഷൻ കിട്ടും. ഇത്രേ ഉള്ളൂ. ഏത് പ്രോബ്ലത്തിലും ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ബാക്കി ഇനി ചെയ്ത് നോക്കിക്കോണം തന്നെ കേട്ടോ. ഓക്കെ, പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞോളാം, നോ പ്രോബ്ലം കേട്ടോ. ഓക്കെ ശരി. അടുത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാല് കപ്പിൾ പഠിപ്പിച്ചായിരുന്നു. പാരലൽ ഫോഴ്സസ് ആൻഡ് കപ്പിൾ പഠിപ്പിച്ചായിരുന്നോ കോളേജില്? ഓക്കെ. സീരീസ് എന്നാ തിങ്കളാഴ്ചയോ മൺഡേ? ഓക്കെ. Okay, so next heading is the parallel forces and couple. Parallel forces and couple. Parallel forces and couple. Okay, നമ്മൾ പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇത് say this is F1, this is F2. ഈ രണ്ട് ഫോഴ്സും പാരലൽ ഫോഴ്സ് ആണോ? യെസ്. അതായത് ഈ രണ്ട് F1 F2 പാരലൽ ഫോഴ്സ് ആണ്. അത് ലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറയും. ലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, സെയിം ഡയറക്ഷനിലാണ്. അടുത്തത് ഇത് F3 എന്ന് പറയുന്ന ഫോഴ്സ്, ദെൻ ഇത് F4 എന്ന് പറയുന്ന ഫോഴ്സ്. ഇതും പാരലൽ ഫോഴ്സസ് ആണ്. പക്ഷെ ഇതെന്താണ്? ഇത് അൺലൈക്ക് പാരലൽ ഫോഴ്സ് ആണ്. ഇത് ലൈക്ക് പാരലൽ ഫോഴ്സ് ആണ്. ഓക്കെ, സോ രണ്ട് ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലൈക്ക് പാരലൽ ഫോഴ്സും ഉണ്ട്, അൺലൈക്ക് പാരലൽ ഫോഴ്സും. ഓക്കെ, അപ്പൊ ഈ കപ്പിൾ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് എപ്പോഴാണെന്നറിയാം? അതായത് പാരലൽ അൺലൈക്ക് പാരലൽ ഫോഴ്സിന്റെ കേസിലാണ് എന്ത് വരുന്നത്? കപ്പിൾ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. മനസ്സിലായോ? ഓക്കെ, സോ ദിസ് ഈസ് ദി ഫോഴ്സ് F3, okay, and this is F4. ഓക്കെ, ഫോഴ്സസ് പാരലൽ ഫോഴ്സ് ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ എന്തായിരിക്കും? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ രണ്ട് ഫോഴ്സും മൂലം ഇവിടെ ഒരു മൊമെന്റ് ഉണ്ടായിട്ട് ഇത് മൊത്തത്തിൽ ഒരു അതായത് ഈ F3 എന്ന് പറയുന്ന ഫോഴ്സ് മൂലം ഇതൊരു ബോഡി ആണെങ്കിൽ ഈ ബോഡിയിൽ F3 എന്ന് പറയുന്ന ഫോഴ്സ് മൂലം ക്ലോക്ക് വൈസിൽ ഒരു റൊട്ടേഷൻ ഉണ്ടാവും. ശരിയാണോ? അതേപോലെ ഈ F4 എന്ന് പറയുന്ന ഫോഴ്സ് മൂലം ഏത് ഡയറക്ഷനിലാണ്? അതും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്താ ഉണ്ടാവും? ഒരു റൊട്ടേഷൻ ഉണ്ടാവും. അപ്പൊ ഈ F3 F4 എന്ന് പറയുന്ന ഈ രണ്ട് ഫോഴ്സ് കാരണം ആ ബോഡിയിൽ മൊത്തത്തില് ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷണൽ എഫക്റ്റ് ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ,
അപ്പൊ ഇതിനെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. കപ്പിൾ എന്ന് പറയുമ്പം നമ്മൾ കപ്പിൾ എന്ന് കേട്ടിട്ടില്ലേ? കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേരുണ്ട്. ഇവിടെ അതേപോലെ തന്നെ കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് F3, ഒരാള് F4. ഓക്കെ, ഒരാള് തെക്കോട്ട് പോവാണെങ്കിൽ മറ്റേ ആൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? വടക്കോട്ടായിരിക്കും പോകുന്നത്, ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഒരാള് നേരെ പോയാൽ മറ്റേ ആള് വളഞ്ഞ വഴിക്ക് പോകും. മനസ്സിലായില്ലേ? അതാണ് അപ്പൊ ആ സമയത്താണ് എന്തുണ്ടാവുന്നത്? കപ്പിൾ. അപ്പൊ ഇത് ഓർത്തിരിക്കാമല്ലോ. അൺലൈക്ക് പാരലൽ ഫോഴ്സ്, അവിടെയാണ് എന്തുണ്ടാവുന്നത്? അവിടെയാണ് കപ്പിൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതുമൂലം ഇതിന് ഒന്നുകിൽ ഒരു മൊത്തത്തിൽ ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷണൽ എഫക്ട്, അല്ലെങ്കിൽ ഒരു ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷണൽ എഫക്ട് ഉണ്ടാവും. ഇനി ഇത് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഈ രണ്ട് ഫോഴ്സുകൾ തമ്മിൽ ഡിസ്റ്റൻസ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആം ഓഫ് ദി കപ്പിൾ എന്ന് പറയും. ഈ ഒരു ഡിസ്റ്റൻസ്, ഇതിന് D എന്ന് കൊടുത്താൽ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആം ഓഫ് ദി കപ്പിൾ. ആം ഓഫ് ദി കപ്പിൾ എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ മൊമെന്റ് കണ്ടുപിടിക്കുന്നത് മറ്റേ ഇക്വേഷൻ പോലെ തന്നെയാണ്. മൊമെന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ഇതിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇൻറ്റു ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? D ആണ്. കണ്ടോ? ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഫോഴ്സ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്, ആം ഓഫ് ദി കപ്പിൾ. അപ്പൊ ഈ കപ്പിള് മൂലം ഇതിന് എന്താ സംഭവിക്കുന്ന? ഒരു റൊട്ടേറ്റിംഗ് എഫക്ട് ഉണ്ടാവും. അത് പിടികിട്ടിയോ ഞാൻ പറഞ്ഞ? ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വല്ലതും ഉണ്ടോ കയ്യില്? ഉണ്ടോ? ഏതിന്റെയാ? ജെ ബെഞ്ചമിൻ. അതൊന്നും എടുത്തേ, കപ്പിൾ എന്നുള്ള ആ പോർഷൻ എടുത്തേ. എടുത്തോ? ഫസ്റ്റ് മൊഡ്യൂളിലുള്ളതാണോ സർ? ഏതാ ഫസ്റ്റ് മൊഡ്യൂളില്? അല്ല, ഫസ്റ്റ് അതിനകത്ത് ചാപ്റ്റർ എങ്ങനെ കൊടുത്തേക്കുന്നത് എനിക്ക് അറിയത്തില്ല. കോപ്ലനാർ നോൺ കൺകറന്റ് ഫോഴ്സ് എന്നുള്ള ചാപ്റ്റർ ഉണ്ടോ? ഇല്ല, മൊഡ്യൂളായിട്ടാ. മൊഡ്യൂൾ 1 എടുത്തേ. മൊഡ്യൂൾ 1 or 2 എടുത്തേ. കിട്ടി സർ. കണ്ടോ? കപ്പിൾ എന്നുള്ള ടോപ്പിക് കണ്ടോ? കപ്പിൾ. കണ്ടു. അതിനകത്ത് വല്ല പിക്ചറോ എല്ലാം കൊടുത്തിട്ടുണ്ടോ? രണ്ട് ഫോഴ്സ് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, അത് തന്നെ. ശരി. അപ്പൊ ഇവിടെ ഈ കപ്പിൾ എന്ന് പറയുമ്പം ഇവിടെ രണ്ട് തരത്തിലുണ്ട്. ക്ലോക്ക് വൈസ് കപ്പിളും ഉണ്ട്, പിന്നെ ആന്റി ക്ലോക്ക് വൈസ് കപ്പിളും ഉണ്ട്. അതായത് ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറഞ്ഞത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇതൊരു ബോഡിയാണ്. ഈ ബോഡിയിൽ സേ F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണ്. ഓക്കെ, ഈ F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് മൂലം ഇതിന് റൊട്ടേഷണൽ എഫക്ട് എങ്ങോട്ടാ? ക്ലോക്ക് വൈസിലായിരിക്കും ആന്റി ക്ലോക്ക് വൈസിലായിരിക്കും ഉണ്ടാവുന്നത്? ക്ലോക്ക് വൈസിൽ ഇങ്ങോട്ടൊരു കറക്കം സംഭവിക്കും. അതേസമയം F2 എങ്ങോട്ടാ കറങ്ങുന്നത്? F2 എങ്ങോട്ട് കറങ്ങും? അതും ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പൊ ഇത് മൂലം ഉണ്ടാവുന്ന കപ്പിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറയും. ക്ലോക്ക് വൈസ് കപ്പിൾ. അതേസമയം വേറൊരു എക്സാമ്പിൾ പറഞ്ഞാല് ദിസ് ഈസ് F2 ആൻഡ് ദിസ് ഈസ് F1. ഇപ്പൊ ഞാനിപ്പോ ഈ പോയിന്റിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുക്കുമ്പോൾ F1 എങ്ങോട്ടാ കറങ്ങാൻ ഇത് ചിന്തിച്ചാല് ഇത് ഇച്ചിരി ചിന്തിക്കണം കേട്ടോ. അതായത് ഇങ്ങോട്ടായിരിക്കും കറങ്ങുന്നത്, ആന്റി ക്ലോക്ക് വൈസിലായിരിക്കും കറങ്ങുന്നത് F1. അതേസമയം F2 എങ്ങോട്ടായിരിക്കും കറങ്ങുന്നത്? അതും ആന്റി ക്ലോക്ക് വൈസിലായിരിക്കും കറങ്ങുന്നത്. അപ്പൊ ഈ ബോഡിയിൽ മൊത്തത്തിൽ ഒരു ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷണൽ എഫക്ട് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറയുന്നത്. ആന്റി ക്ലോക്ക് വൈസ് കപ്പിൾ. അപ്പം പാരലൽ ഫോഴ്സ്, കപ്പിള്, ക്ലോക്ക് വൈസ് കപ്പിള്, ആന്റി ക്ലോക്ക് വൈസ് കപ്പിള്, ഇക്വേഷൻ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ജെ ബെഞ്ചമിന്റെ ബുക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, പിടി കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ കപ്പിള് പറയുമ്പം ആദ്യം പറയേണ്ടത് പാരലൽ ഫോഴ്സ് എന്താണെന്ന് പറയണം. പാരലൽ ഫോഴ്സ്
പാരലൽ ഫോഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ലൈക്ക് പാരലൽ ഫോഴ്സ് ഉണ്ട്, പിന്നെന്തോ ഉണ്ട്, Unlike. അൺലൈക്ക് പാരലൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ കപ്പിൾ ഉണ്ടാകാൻ കാരണക്കാരാരാണ്? അൺലൈക്ക് പാരലൽ ഫോഴ്സ് ആണ്. അൺലൈക്ക് പാരലൽ ഫോഴ്സ് കാരണമാണ് കപ്പിൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ കപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അപ്പൊ അപ്പൊ അവിടെ ഒരു കപ്പിൾ ഉണ്ടാകും. ഒന്നുകിൽ ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷണൽ എഫക്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷണൽ എഫക്ട് ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. കപ്പിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. ആ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇൻറ്റു ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ്, ഈ ഡി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ആം ഓഫ് ദി കപ്പിൾ എന്ന് പറയും. ആം ഓഫ് ദി കപ്പിൾ. കപ്പിൾ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ക്ലോക്ക് വൈസ് കപ്പിളും ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസ് കപ്പിളും ഉണ്ട്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും. ഓക്കെ, ഹലോ, പറയുന്ന കേൾക്കുന്നുണ്ടോ? സർ. ഓക്കെ, ഇവിടെ മഴ തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കേക്കാം. Okay, then okay, ഓക്കെ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, കപ്പിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കപ്പിളിന്റെ ഇക്വേഷൻ മൊമെന്റ് ബൈ അതായത് ഫോഴ്സ് ഇൻറ്റു മൊമെന്റ് is equal to force into distance. Force into arm of the couple. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുമല്ലോ. ആം ഓഫ് ദ കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ്. അതായത് ആ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആം ഓഫ് ദ കപ്പിൾ എന്ന് പറയുന്നത്. ദിസ് ഡിസ്റ്റൻസ്, അതായത് ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആം ഓഫ് ദി കപ്പിൾ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് F1, ദിസ് ഈസ് F2 ആണെങ്കിൽ ഫോഴ്സ് ഇതിലെ ഏതെങ്കിലും ഒരു ഫോഴ്സ്, ഒന്നുകിൽ F1 അല്ലെങ്കിൽ F1 അല്ലെങ്കിൽ F2 ഇൻറ്റു ഡി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഓക്കെ. അപ്പൊ അത്ര ആയപ്പോഴത്തേക്ക് അതിനകത്തിലെ പോർഷൻസ് തീർന്നു കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മള് കോപ്ലാനർ, 1 മിനിറ്റ്, അതായത് കോപ്ലാനർ നോൺ കൺകറന്റ് ഫോഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ അതില് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? സിഗ്മ എന്ന് പറയാമോ? ഇക്വിലിബ്രിയം, അതായത് ഇതിനകത്തിലെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0,
sigma Fy is equal to 0, then sigma is equal to 0. Okay. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. equilibrium of coplanar non-concurrent force. ഓക്കെ. ഇനി അടുത്ത ഏതായിരുന്നു? ഫ്രിക്ഷനോ? അടുത്ത ഏത് ചാപ്റ്റർ ആയിരുന്നു? ഫ്രിക്ഷൻ. ഓക്കെ. ഫ്രിക്ഷനകത്തില് പിന്നെ ലാഡർ ഫ്രിക്ഷൻ ഉണ്ടല്ലോ അല്ലെ? പിന്നെ ഏതായിരുന്നു? വെഡ്ജോ? അത് രണ്ടുമാണോ ചോദിക്കുന്നത് പരീക്ഷയ്ക്ക്? ഇല്ല, കണക്റ്റഡ് ബോഡീസ് ഇല്ല. ഓക്കെ, ഈ പരീക്ഷ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാം ഫ്രിക്ഷൻ എന്താന്ന് നോക്കാം. ഓക്കെ, സോ അടുത്ത ഹെഡിങ് ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ദിസ് ഈസ് വൺ ബോഡി. ഓക്കെ, സോ ദിസ് ഈസ് ബോഡി 1. This is body 2. Okay, അതായത് when one body moves or tends to move over the surface of another body, an opposing force is developed at the common surface of contact. അതായത് ഈ ബോഡി 1 എന്ന് പറയുന്ന ബോഡി ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ് ഇതിന്റെ സർഫസിന്റെ പുറത്തൂടെ. ഓക്കെ, അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും. അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, ആ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും. ഈ റെസിസ്റ്റിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അങ്ങനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയും. ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ. അതായത് എവിടൊക്കെ രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ എല്ലാം എന്തുണ്ട്? അവിടെ എല്ലാം ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ ഉണ്ടായി, അതായത് രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ ഉണ്ടായിട്ട് അവിടെ വിയർ ആൻഡ് ടിയർ ഉണ്ടാവും. തേയ്മാനം ഉണ്ടാവും. തേയ്മാനം സംഭവിക്കും. അതിനാണ് നമ്മൾ ഈ ലൂബ്രിക്കേഷൻ കൊടുക്കുമെന്ന് കേട്ടിട്ട്. ഓയിലൊക്കെ, അതായത് മെഷീൻ കോമ്പണൻസ്, ഇപ്പൊ രണ്ട് മെഷീൻ കോമ്പണൻസുകൾ തമ്മിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്നത്, അതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ അവർ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഇങ്ങനെ കോണ്ടാക്റ്റിൽ വരുമ്പോഴത്തേക്ക് അവിടെ കുറെ കഴിയുമ്പോഴത്തേക്ക് അവിടെ ആ ഫ്രിക്ഷൻ കാരണം അവിടെ ഹീറ്റ് ഉണ്ടാവും. ഹീറ്റ് ഉണ്ടായിട്ട് എന്ത് സംഭവിക്കും? അവിടെ തേയ്മാനം സംഭവിക്കും. നമ്മൾ ആക്ച്വലി നമ്മളെ ചെരുപ്പിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ നടക്കുകയാണ്. ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക? നമ്മുടെ ചെരുപ്പിന്റെ അടിഭാഗവും നമ്മുടെ ഭൂമിയും തമ്മിൽ, അതായത് ചെരുപ്പ് ഒരു ബോഡിയാണ്, ബോഡി 1 ആണ്. ഭൂമി എന്ന് പറയുന്നത് ബോഡി 2 ആണ്. അപ്പം അവിടെ പിന്നെ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ കാരണം എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ കാരണമാണ് ആ ചെരുപ്പ് അവസാനം എന്ത് പറ്റും? തേഞ്ഞു പോകും. വിയർ ആൻഡ് ടിയർ. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ എവിടൊക്കെ രണ്ട് സർഫസുകൾ തമ്മിൽ എവിടൊക്കെ കോണ്ടാക്റ്റിൽ വന്നാലും അവിടൊക്കെ എന്തുകൊണ്ട്? അവിടെ എല്ലാം ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെല്ലാം നമ്മൾ ഫ്രിക്ഷൻ ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ. ഓക്കെ,
Okay. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡി വേറൊരു ബോഡിയുടെ സർഫസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും. ദിസ് റെസിസ്റ്റിംഗ് ഫോഴ്സ്, ഈ റെസിസ്റ്റിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ ഒരു ഫിഗർ വരച്ചു വെച്ചിട്ട് വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ബെഞ്ചമിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുക്കാം, എടുത്തോ. അതിനകത്ത് ഫ്രിക്ഷന്റെ ഇതിനകത്ത് വല്ല ഒരു പടം വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഒരു ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വല്ലതും പറഞ്ഞ ചിലപ്പോ കാണും, മേ ബി. ഉണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതൊരു ബ്ലോക്ക് ആണ്. ഈ ബ്ലോക്കിന്റെ വെയിറ്റ് എപ്പോഴും താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ W എന്ന് പറഞ്ഞൊരു വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് ഇതൊരു സർഫസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് എ റഫ് സർഫസ്. ദിസ് ഈസ് എ റഫ് സർഫസ്. ഈ റഫ് സർഫസില് ഈ ബ്ലോക്ക് എന്ത് ചെയ്തേക്കാണ്? ഈ ബ്ലോക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഈ ബ്ലോക്കിന്റെ വെയിറ്റ് എത്രയാണ്? വെയിറ്റ് W ആണ്. അപ്പം ഈ ബ്ലോക്ക് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോ P എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇതിൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനിപ്പോ P എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ P എന്ന് പറയുന്ന ഫോഴ്സ് ഇഫ് P is equal to 0, P 0 ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ബോഡി മൂവ് ചെയ്യോ? ഇല്ല, there is no motion. അപ്പം അതായത് ഒരു സർട്ടൺ വാല്യൂവില് എത്തിയാൽ, ഈ P യുടെ വാല്യൂ എത്തിയാൽ മാത്രമേ ഈ ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യത്തുള്ളൂ? ഈ ബോഡി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ when P is equal to 0, മോഷൻ ഒന്നുമില്ല, നോ മോഷൻ. ഓക്കെ, there is no motion. മോഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, മോഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്തുള്ളത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളൂ. മോഷൻ ഇല്ലെങ്കിൽ എന്തില്ല? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ is equal to 0 എന്ന് നമുക്ക് പറയാം. ഫ്രിക്ഷണൽ ഫോഴ്സ് will also be 0. Okay, so first condition is when P is equal to 0, there is no motion and the frictional force F will also be 0. Okay, ഇനി നമ്മൾ ഈ P യെ നമ്മൾ ഇൻക്രീസ് ചെയ്യാണ്. അതായത് ഞാനിപ്പോ ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ചാല്, ഓക്കെ, അപ്പൊ P യുടെ വാല്യൂ 0 ആയിരുന്നു. 0യിൽ നിന്ന് ഞാൻ പതുക്കെ ഇതിനെ ഇങ്ങനെ കൂട്ടുകയാണ്. ഓക്കെ, P യുടെ വാല്യൂ ഇങ്ങനെ കൂട്ടുകയാണ്. P ഇൻക്രീസസ് ഗ്രാജുവലി, പതുക്കെ കൂട്ടുവാണ്. 0യിൽ നിന്ന് കൂട്ടുകയാണ്. അപ്പൊ 0യിൽ നിന്ന് കൂട്ടുമ്പോഴും ഈ ബോഡിക്ക് എന്ത് സംഭവിക്കുന്നില്ല? ബോഡി മൂവ് ചെയ്യുന്നില്ല. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, ബോഡി മൂവ് ചെയ്യുന്നില്ല. അത് അങ്ങനെ അപ്ലൈ ചെയ്ത് ഏതോ ഒരു പോയിന്റിൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ബോഡി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അതായത് ഈ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങനെ ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് ഇതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സിനും എന്ത് സംഭവിക്കും? ഈ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഫ്രിക്ഷണൽ ഫോഴ്സും അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ഒരു മാക്സിമം വാല്യൂവില്, അതായത് ഒരു സർട്ടൺ, അതായത് ഈ നമ്മുടെ ഈ അപ്ലൈഡ് ഫോഴ്സിന്റെ ഒരു സർട്ടൺ വാല്യൂവിൽ എത്തുമ്പോൾ എന്താണ്? ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യും. അവിടെ എത്തുന്ന സമയത്താണ് ഈ ബോഡി എന്ത് ചെയ്യുന്നത്? ഈ ബോഡി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു മാക്സിമം വാല്യൂവിനെയാണ്, അതായത് ആ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോഡിയിലോട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ബോഡിയിലോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആദ്യം ഫോഴ്സിന്റെ വാല്യൂ, ഫോഴ്സ് is equal to 0. ഫോഴ്സ് 0 ആവുമ്പോൾ ഈ ബ്ലോക്കിന് എന്തില്ല? there is no motion. മോഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സും ഇല്ല. അപ്പൊ ഈ ഫോഴ്സ് ഞാൻ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് ഞാൻ ഇങ്ങനെ ഗ്രാജുവലി ഇതിനെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു.
അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് എന്തും സംഭവിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സും. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പ്രതിരോധമാണ്, റെസിസ്റ്റൻസ് ആണ്. മനസ്സിലായോ? അതായത് നമ്മൾ ഇതിനെ അങ്ങോട്ട് തള്ളുമ്പോൾ തിരിച്ചൊരു ഫോഴ്സ് ഇങ്ങോട്ട് തരുവാണ്. മനസ്സിലായോ? നമ്മൾ ഇപ്പൊ ഞാനൊരു ടേബിൾ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് തള്ളുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ഇങ്ങോട്ട് അത് വരുന്നു. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഫ്രിക്ഷണൽ ഫോഴ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ പിയുടെ വാല്യൂ ഇങ്ങനെ കൂട്ടി ഒരു പർട്ടിക്കുലർ വാല്യൂവിലെത്തും. പിയുടെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ എത്തുമ്പോൾ ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും എന്താവും, മാക്സിമത്തിലെത്തും. ആ പോയിന്റിലാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ബോഡി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. മനസ്സിലായോ? ദാറ്റ് മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ഒരു ബോഡി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ പിയുടെ വാല്യൂ ഏതിനെ ക്രോസ് ചെയ്യണം, ലിമിറ്റിംഗ് ഫ്രിക്ഷനെ, ലിമിറ്റിംഗ് വാല്യൂവിനെ എന്ത് ചെയ്യണം, ബിയോണ്ട് ദ ലിമിറ്റിംഗ് വാല്യൂവില് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മളിപ്പോ ഒരു ബോഡിയിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ ലിമിറ്റിംഗ് വാല്യൂവിനേക്കാളും കൂടണം, ഇൻക്രീസ് ചെയ്യണം, ബിയോണ്ട് ദ ലിമിറ്റിംഗ് വാല്യൂ. മനസ്സിലായോ പറഞ്ഞേ? ദെൻ അതായത് അപ്ലൈഡ് ഫോഴ്സ് ബിക്കംസ് ദ ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോഴാണ് നമ്മുടെ ഈ ബോഡി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയാല് ഇങ്ങനെ വരും. പി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ. മനസ്സിലായോ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ മാത്രമേ ഈ ബോഡി എന്ത് ചെയ്യത്തുള്ളൂ, ബോഡി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഫ്രിക്ഷൻ പറയുന്ന സമയത്ത് ആദ്യം ഫ്രിക്ഷൻ പറയുന്ന സമയത്ത് രണ്ട് ഫിഗർ വരച്ചിട്ട് എന്താണ് ഫ്രിക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഈ ബോഡി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോഡി നമ്മൾ പി എന്ന് പറയുന്ന നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബോഡി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലിമിറ്റിംഗ് ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിരിക്കണം. പി ഈസ് force is increased beyond the limiting friction. ഇത്ര ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ. അപ്പൊ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സം, പ്രതിരോധം എന്നുള്ളതാണ് കേട്ടോ. ഫ്രിക്ഷൻ തടസ്സം. ഓക്കെ. ഓക്കെ. Then next is the types of friction. ബെഞ്ചമിന്റെ ബുക്കിൽ കൊടുത്തിട്ടുണ്ടോ ഞാനിപ്പോ ഈ പറഞ്ഞതൊക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടോ? സ്ലൈഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? സ്ലൈഡിംഗ് കൊടുത്തിട്ടുണ്ട്, ലിമിറ്റിംഗ് കണ്ടില്ല. ഓക്കെ, ശരി. അപ്പൊ ഇത്ര ഓർത്തിരുന്നാ മതി. പി അപ്ലൈഡ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഒന്നുമില്ല, നമ്മള് അതായത് ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ചാല് ഓക്കെ. സോ ദിസ് ഈസ് 0, ഇതാണ് ഫോഴ്സ്. അപ്പൊ ഞാൻ സീറോയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സീറോയിൽ നിന്ന് ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക, ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഏതോ ഒരു സർട്ടൺ വാല്യൂവിൽ എത്തുമ്പോ ഏതോ ഒരു സർട്ടൺ വാല്യൂവിൽ എത്തുന്ന സമയത്ത്, അതായത് ഞാൻ ഈ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഫ്രിക്ഷണൽ. അതായത് ഞാൻ ഫോഴ്സ് പി ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ കൂടെ എന്തും കൂടുകയാണ്, ഫ്രിക്ഷണൽ ഫോഴ്സും കൂടുകയാണ്, പ്രതിരോധവും കൂടുകയാണ്. അങ്ങനെ കൂടി ലിമിറ്റിംഗ് വാല്യൂ, ഒരു ലിമിറ്റിംഗ് വാല്യൂ എത്തും. ലിമിറ്റിംഗ് വാല്യൂ. ഓക്കെ. ആ ലിമിറ്റിംഗ് വാല്യൂവിനെ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. മനസ്സിലായോ? Okay. Then next is the types of friction. Friction types of friction. Okay. Friction type എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടൈപ്പ് ഡ്രൈ ഫ്രിക്ഷൻ ഉണ്ട്. Then അടുത്തത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ. ഡ്രൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് അവിടെ ഫ്രിക്ഷൻ വരുന്നത് അല്ലെ. സോ ഇതാണ് രണ്ട് സർഫസുകൾ. സോ ബോഡി 1 then ബോഡി 2. ഓക്കെ, ഈ സർഫസുകൾ ഡ്രൈ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രൈ ഫ്രിക്ഷൻ. മനസ്സിലായോ? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് എന്തോ ഉണ്ട്? ലൂബ്രിക്കന്റ് ഉണ്ട്. മനസ്സിലായോ? ലൂബ്രിക്കന്റ് അല്ലെങ്കിൽ when the adjacent layers in a fluid are moving at a different velocities. ഓക്കെ, സോ ഇത് രണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിട്ടുണ്ട്. ഡ്രൈ, ഇത് ഡ്രൈ ആണ്, മറ്റേത് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷൻ, ഡ്രൈ ഫ്രിക്ഷൻ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ശരിക്കും പറഞ്ഞാല് ട്രൈബോളജി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് എഞ്ചിനീയറിംഗിൽ, ട്രൈബോളജി. ഓക്കെ, ട്രൈബോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അത് ഡീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രിക്ഷൻ, വിയർ ആൻഡ് ലൂബ്രിക്കേഷൻ. അതായത് രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ കാരണം വിയർ ആൻഡ് ടിയർ ഉണ്ടാകും. അപ്പൊ ഫ്രിക്ഷൻ, ആ വിയർ ആൻഡ് ടിയർ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ ഉണ്ട്. അത് പലതരത്തിലുള്ള ലൂബ്രിക്കേഷൻ ഉണ്ട്. ഹൈഡ്രോഡൈനാമിക് ലൂബ്രിക്കേഷൻ, ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേഷൻ, എയ്റോഡൈനാമിക്, എയ്റോസ്റ്റാറ്റിക്. ഭയങ്കര അഡ്വാൻസ്ഡ് ഏരിയ ആണിത്, ദിസ് ട്രൈബോളജി. അതായത് ഫ്രിക്ഷനെ കുറിച്ച്, ഫ്രിക്ഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് ട്രൈബോളജി എന്ന് പറയുന്നത്. ട്രൈബോളജി വാസ്റ്റ് ഏരിയ ആണ്. ഓക്കെ, അതൊന്നും നിങ്ങളിപ്പോ അറിയണ്ട. ജസ്റ്റ് എന്താണ് ഫ്രിക്ഷൻ, എന്താണ് ബേസിക് കൺസെപ്റ്റ് മാത്രം പറഞ്ഞാൽ ഫ്രിക്ഷൻ എന്താണ്. ഓക്കെ, ഡ്രൈ ഫ്രിക്ഷൻ ഉണ്ട്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഉണ്ട്, എക്സെട്ര. ഓക്കെ, ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, ദെൻ ഡൈനാമിക് ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടോ? ബെഞ്ചമിന്റെ ബുക്കിലുണ്ടോ നോക്കാം. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, എന്തോ അവിടെ എഴുതിയേക്കുന്നത് വായിച്ചേ. ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റ് ആണ് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആണ്. റെസ്റ്റ് അതായത് ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദി ടു ബോഡീസ് ഇൻ കോണ്ടാക്ട് വൈൽ അറ്റ് റെസ്റ്റ്. അപ്പൊ ഡൈനാമിക് എന്തായിരിക്കും? മോഷൻ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ടു ബോഡീസ് ഇൻ കോണ്ടാക്ട് വൈൽ ഇൻ മോഷൻ. ഓക്കെ, ഇതിനെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. കൈനറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ദെൻ സ്ലൈഡിംഗ്. ഈ ഡ്രൈ ഫ്രിക്ഷനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, ദെൻ റോളിംഗ് ഫ്രിക്ഷൻ. ഉണ്ടോ? അതിൽ കൊടുത്തിട്ടുണ്ടോ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ? സ്ലൈഡിംഗ് മെയിൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഈ പറഞ്ഞ എക്സാമ്പിൾ ബോഡി 1 ബോഡി 2, അതായത് ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ പുറത്തോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് കോൾഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ഒരു എക്സാമ്പിൾ പറയാമോ? റോളിംഗ് ഫ്രിക്ഷൻ നമ്മുടെ ട്രെയിൻ ഓടുന്ന കണ്ടിട്ടുണ്ടോ? ട്രെയിൻ ഓടുന്നത്, ട്രെയിനിന്റെ വീല് പാളത്തിൽ കൂടി എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? ട്രെയിനിന്റെ വീലില് ട്രെയിനിന്റെ വീല് അതായത് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോഴാണല്ലോ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്, അല്ലെ? ട്രെയിനിന്റെ വീൽ എന്ന് പറയുന്നത് ഒരു സർഫസ് ആണ്. പാളം എന്ന് പറയുന്നത് വേറൊരു സർഫസ് ആണ്. അപ്പൊ ഇവിടെ ട്രെയിനിന്റെ വീല് ആ പാളത്തിൽ കൂടെ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? റോളിംഗ് ആണോ സ്ലൈഡിംഗ് ആണോ? റോളിംഗ് ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ എന്താണ്? റോളിംഗ് ഫ്രിക്ഷൻ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ, മനസ്സിലായോ? അതായത് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു സർഫസ് റോൾസ് ഓവർ ദി അതർ. അതായത് ട്രെയിനിന്റെ വീലാണ്
ഒരു സർഫസ്, പാളമാണ് മറ്റേ സർഫസ്. അപ്പൊ ട്രെയിനിന്റെ വീല് റോൾ ചെയ്യുന്നു, റോൾസ് ഓവർ ദി അതർ, ദാറ്റ് ഈസ് കോൾഡ് റോളിംഗ് ഫ്രിക്ഷൻ. അതുണ്ടോ ടെക്സ്റ്റ് ബുക്കിലുണ്ടോ റോളിംഗ്? ഇല്ല. ഇല്ല. സ്ലൈഡിംഗ് ഉണ്ടല്ലേ? ഓക്കെ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർഫസിന്റെ പുറത്തൂടെ ഇങ്ങനെ നമ്മള് എന്താ പറയുന്നത്, നമ്മള് മറ്റേ വീഗാലാൻഡ് വണ്ടർലാൻഡിലൊക്കെ പോകുമ്പോൾ മേളിൽ ഇങ്ങനെ 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 സ്ലൈഡ് ചെയ്ത് വരത്തില്ലയോ, സ്ലൈഡർ കയറിയിട്ട്? അത്രേ ഉള്ളൂ. സ്ലൈഡ് ചെയ്ത് ഒരു സർഫസിന്റെ പുറത്തൂടെ മറ്റൊരു സർഫസ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് കോൾഡ്, അപ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഓക്കെ. അപ്പം ഇത്രയും ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ചോദിച്ചാൽ ഇത്ര എഴുതണം. എന്തൊക്കെ എഴുതണം? ഡ്രൈ എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ഡ്രൈ ആയിരിക്കും. ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഡ്രൈ ഫ്രിക്ഷനെ തന്നെ സ്ലൈഡിംഗ് ഫ്രിക്ഷനും ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷനും ഉണ്ട്. ഓക്കെ. സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ ഒരു സർഫസിന്റെ പുറത്തൂടെ മറ്റേ സർഫസ് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോൾ ചെയ്യുവാണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആണ് റെയിൽവേ വീലിന്റെ മൂവ്മെന്റ്. ഓക്കെ. സോ ദാറ്റ് ഈസ് കോൾഡ് റോളിംഗ് ഫ്രിക്ഷൻ. പിന്നെ അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ഡൈനാമിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ബോഡി റെസ്റ്റിലുള്ളപ്പം ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതേസമയം മോഷനിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഡൈനാമിക് ഫ്രിക്ഷനെ തന്നെ പറയുന്ന പേരാണ് എന്ത്? കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. കൈനറ്റിക് ഫ്രിക്ഷൻ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് ദി ഒരു ഇക്വേഷൻ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. F is proportional to R. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. F is proportional to R. ഓക്കെ. അപ്പൊ ഇതെന്താണെന്ന് അറിയണം. ഓക്കെ. സോ ദിസ് ഈസ് ദ ബോഡി. ഓക്കെ. സോ ദിസ് ഈസ് ദ ബോഡി ആൻഡ് ദിസ് ഈസ് ദ സർഫസ്. ഈ സർഫസിലാണ് ഈ ബോഡി റെസ്റ്റ് ഇരിക്കുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് ബോഡി. ഈ ബോഡിയുടെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നു, W. ഓക്കെ. ഈ ബോഡിയിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. P എന്ന് പറയുന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പം ഈ P എന്ന് പറയുന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആരുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഞാൻ F എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ F എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് F റെപ്രസെന്റ്സ് ദി frictional force. Okay. Okay. അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഇനി ഈ R എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ബോഡിയിൽ ഇവിടെ ഈ സർഫസിന് നോർമൽ ആയിട്ടൊരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, R. ഓക്കെ. ദിസ് ഈസ് ദ R റെപ്രസെന്റ് ദ നോർമൽ റിയാക്ഷൻ. R എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ റിയാക്ഷൻ. Okay, so this friction is proportional to the normal reaction. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇവിടുന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. So that F is equal to mu into R. Okay, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. mu into R, where mu represents the coefficient of friction. Mu represents the coefficient of friction. അല്ലെങ്കിൽ mu is equal to ഇങ്ങനെ എഴുതാം, mu is equal to F divided by R. ഓക്കെ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഓക്കെ. ക്ലിയർ? Yes sir. ഓക്കെ. ഓക്കെ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. എന്താണ്? F is equal to mu into R. കേട്ടോ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഉണ്ടോ? ബെഞ്ചമിന്റെ ബുക്കിൽ അത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, നോക്കി എടുത്തത്. എന്ത് ഹെഡിങ് എന്താ കൊടുത്തേക്കുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ. ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടോ അവിടെ? ഒന്ന് വായിച്ച ഇക്വേഷൻ എങ്ങനെ കൊടുത്തേക്കുന്നത്? F max is equal to mu Rn.
F wait. F wait. F max is equal to mu Rn. mu into R. Rn. R suffix n അല്ലേ? അതെ. അപ്പൊ ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻ തന്നെ. ഈ എഫ് മാക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രിക്ഷൻ ആണ്, മനസ്സിലായോ? മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ആർ എൻ എന്ന് പറഞ്ഞാൽ ഈ നോർമൽ റിയാക്ഷൻ. കണ്ടോ? ഈ നോർമൽ റിയാക്ഷൻ. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഓക്കെ ശരി. ശരി, ഇനി അടുത്തത് നെക്സ്റ്റ് ഈസ് ദി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. Okay, so next is the angle of friction. Okay, again, this is the body. Okay, and this block is resting on this surface. Okay, so this is the surface. ഈ ബ്ലോക്കിന്റെ വെയിറ്റ് W ആണ്, ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇവിടെ ഞാൻ P എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പോയിന്റ്, ഇവിടെ കോണ്ടാക്ട് ഉണ്ട്. കോണ്ടാക്റ്റിൽ എന്തുണ്ട്? കോണ്ടാക്റ്റിൽ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം ഒക്കെ ചെയ്തപ്പോൾ നോർമൽ റിയാക്ഷൻ ഉണ്ട്, എപ്പോഴും നോർമൽ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈ രണ്ട് ഫോഴ്സിന്റെ ഒരു റിസൾട്ടന്റ് ആർ. ദിസ് ഈസ് ദ റിസൾട്ടന്റ് ആർ. ഓക്കെ, അതായത് ഏതിന്റെയൊക്കെ റിസൾട്ടന്റ്? ഇവിടെ നോർമൽ റിയാക്ഷൻ ഉണ്ട്, പിന്നെ എന്തുകൊണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഈ റിസൾട്ടന്റും ഈ നോർമൽ റിയാക്ഷനും ഇടയ്ക്കുള്ള ഈ ആംഗിളിനെ പറയുന്ന പേരാണ്, അതിനൊരു പേര് കൊടുക്കാം, ഫൈ. ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ക്ലിയർ ആണോ? അതായത് ഈ റിസൾട്ടന്റിനും ഈ നോർമൽ റിയാക്ഷനും ഇടയ്ക്കുള്ള ഈ ആംഗിൾ ബിറ്റ്വീൻ ദ റിസൾട്ടന്റ് ആൻഡ് ദ നോർമൽ റിയാക്ഷൻ, ദിസ് ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ടാൻ ഫൈ ഇങ്ങനെ എഴുതാം. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? ടാൻ ഫൈ ഈസ് ഈക്വൽ ടു അതായത് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ പടം വരച്ചാൽ, വെയിറ്റ്, ദിസ് ഈസ് ദ, മാറ്റി ഇങ്ങോട്ട് ഫിഗർ വരയ്ക്കാം. Okay, so this is my resultant. This is my resultant R, and this inclination is phi, and this n represents the normal reaction. Okay, and ഇവിടെ എന്തുകൊണ്ട്? ഇവിടെ ഒരു frictional force ഉണ്ട്. So this is the frictional force. Okay, അപ്പം tan phi is equal to എന്താണ്? Opposite side by adjacent. Opposite side by adjacent side. Opposite side എന്ന് പറയുമ്പോൾ ഇത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ നേരെ ഇവിടെ വരും. അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് n ആണ്, അല്ലേ? യെസ്. സോ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാൻ ഫൈയുടെ ഓപ്പോസിറ്റിൽ ഇവിടെ, അത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതാ ഇവിടെ വരും. ഫ്രിക്ഷണൽ ഫോഴ്സ് then adjacent side എന്ന് പറയുമ്പോൾ n. so frictional force divided by n. okay, then so that is equal to tan phi is equal to frictional force നെ നമുക്ക് എങ്ങനെ എഴുതാം? frictional force ന്റെ ഇക്വേഷൻ എന്താണ്? F is equal to mu into normal reaction. so mu into normal reaction. അപ്പൊ ഇവിടെ ഞാൻ നോർമൽ റിയാക്ഷൻ n ആയിട്ട് എടുത്തേക്കുന്നത്, കണ്ടോ? okay, so mu into n divided by n എന്ന് പറഞ്ഞു വരും. Okay, so tan phi is equal to mu എന്ന് പറഞ്ഞു വരും. This is the equation. So phi is equal to എങ്ങനെ എഴുതാം? Phi is equal to tan inverse
മ്യൂ mu. ഉണ്ടോ? അതിനകത്തിലുണ്ടോ? നോക്കി. ഉണ്ട് സർ. ഉണ്ട്. ഓക്കെ, ക്ലിയർ? സർ. ഓക്കെ, ശരി. അപ്പൊ ഒരു പ്രോബ്ലം ചെയ്യാം. വന്നു സർ. ഓക്കെ, ഓപ്പൺ അത് എടുത്തേ. ഓക്കെ ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ എന്താ ഉണ്ട്? ഒരു ബ്ലോക്ക് ഉണ്ട് അല്ലെ? സോ ദിസ് ഈസ് ദ ബ്ലോക്ക്. ഈ ബ്ലോക്കിന്റെ വെയിറ്റ് എത്ര? 1000 ന്യൂട്ടൺ. 1000 ന്യൂട്ടൺ. താഴോട്ട് ആക്ട് ചെയ്യുന്നു 1000 ന്യൂട്ടൺ. വെയിറ്റ് താഴോട്ടാണ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് 1000 ന്യൂട്ടൺ. ഈസ് പ്ലേസ്ഡ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതായത് ഒരു ദിസ് ഈസ് ദ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇതാണ് നമ്മുടെ സർഫസ്. ഓക്കെ, സോ ദിസ് ഈസ് ദ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. Then if എത്ര ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്? 300 ന്യൂട്ടൺ. 300 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ട് 300 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടുന്ന് 300 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇതിന്റെ ഓപ്പോസിറ്റിൽ എന്താ ഉണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഈ 300 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് just causes the body to slide over the plane. എന്തോ കണ്ടുപിടിക്കേണ്ടത്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. മ്യൂ. വാട്ട് ഈസ് മ്യൂ? മ്യൂ കണ്ടുപിടിക്കണം between the block and the plane. Also calculate the angle of friction. Angle of friction എന്ന് പറഞ്ഞാൽ എന്താണ്? phi കണ്ടുപിടിക്കണം. phi. ഓക്കെ, ക്ലിയർ? ഓക്കെ സർ. ശരി, അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം ആദ്യം. ഓക്കെ, ഈ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം ആദ്യം. ഓക്കെ, ഞാൻ എന്താ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണ്. ദിസ് ഇസ് മൈ ബ്ലോക്ക്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ്? 300 ന്യൂട്ടൺ. ഇവിടുന്ന് താഴോട്ട് എത്രയാണ്? 1000 ന്യൂട്ടൺ. ഇനി ഇവിടെ എന്തോ ഉണ്ട്? ഇവിടെ നോർമൽ റിയാക്ഷൻ ഉണ്ട്. നോർമൽ റിയാക്ഷൻ. ഓക്കെ, സോ ഞാൻ RN എന്ന് തന്നെ കൊടുത്തു, നോർമൽ റിയാക്ഷൻ. ഇനി ഇതിന്റെ ഓപ്പോസിറ്റിൽ എന്തോ ഉണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ് നമ്മൾ എഴുതുന്നത്? മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. ഓക്കെ, ക്ലിയർ? യെസ് സർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്? നേരത്തെ പോലെ സിഗ്മ FX is equal to 0. പറഞ്ഞേ, എത്ര വരും? സിഗ്മ FX equal to 0 എന്ത് വരും? പറ. mu rn is equal to 3. mu rn ഏത് ഡയറക്ഷനിലാണ്? ഇപ്പുറത്തോട്ട്. So minus mu rn then plus 300 is equal to 0. ശരിയാണോ? ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? mu is equal to എന്ത് വരും? mu is equal to 300 divided by rn അല്ലെ? പക്ഷെ നമുക്ക് rn അറിയാമോ? അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ FX equal to 0 എഴുതിക്കേ. സിഗ്മ FX equal to 0 എന്ത് വരും? Fy ആണോ സർ? സോറി, FX അല്ല, Fy is equal to 0. Rn minus 1000. Rn minus 1000 is equal to 0. അപ്പൊ അവിടുന്ന് Rn ന്റെ വാല്യൂ കിട്ടും.
Rn എത്രയാണ് 1000 അല്ലേ? ആ അത് നേരെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതിന്റെ വാല്യൂ കിട്ടും? മ്യൂവിന്റെ വാല്യൂ കിട്ടും. ആ എത്ര കിട്ടി? മ്യൂവിന്റെ വാല്യൂ എത്ര? 0.3. മ്യൂവിന്റെ വാല്യൂ ദാറ്റ് മീൻസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ദാറ്റ് മീൻസ് ഇതിനിടയ്ക്ക് ഈ ബ്ലോക്കിന്റെ ഇവിടെ ഇടയ്ക്കുള്ള മ്യൂ വാല്യൂ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ എത്രയാണ്? 0.3 ആണ്. അപ്പൊ അത് കിട്ടി. ഇനി നമുക്കറിയാം ഇത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷന്റെ ഇക്വേഷൻ എന്താണ്? phi is equal to tan inverse mu ചെയ്താൽ മതി. So that is equal to എന്താണ്? tan inverse mu എത്ര വരും? 16.69. 16.7 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതായത് ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സിന് ഇടയ്ക്കുള്ള റിസൾട്ടന്റ് ഈ രണ്ട് ഫോഴ്സിന് ഇടയ്ക്കുള്ള റിസൾട്ടന്റ് ഈ നോർമൽ റിയാക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് phi. ഓക്കെ ഓക്കെ സർ. അപ്പൊ ഇതിനകത്തിൽ ഒന്നുമില്ല. ഇതിനകത്തിൽ എന്ത് വരയ്ക്കുക? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 0. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇനി അതിന് അടുത്തതിനകത്തില് എന്താണ് നമ്മുടെ വെഡ്ജ് ഫ്രിക്ഷൻ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സർ. ഓക്കെ. കിട്ടി സർ. റെഡിയാ? ഓക്കെ. അതെടുത്തേ. ഓക്കെ. ഇതിൽ എന്താന്ന് വെച്ചാല് അടുത്ത ഹെഡിങ് വെഡ്ജ് ഫ്രിക്ഷൻ. വെഡ്ജ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് വെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എന്താ? വെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രയാങ്കുലർ അല്ലെങ്കിൽ ട്രപ്പീസോയിഡൽ ക്രോസ് സെക്ഷൻ ഉള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വുഡ് അല്ലെങ്കിൽ മെറ്റൽ. ട്രയാങ്കുലർ അല്ലെങ്കിൽ നമ്മൾ ആപ്പെന്ന് കേട്ടിട്ടുണ്ടോ? ആപ്പ് വെക്കാന്ന് കേട്ടിട്ടുണ്ടോ? ആപ്പ് കേട്ടിട്ടുണ്ടോ? ആപ്പ് വെക്കാന്ന് കേട്ടിട്ടുണ്ടോ? ആപ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഓക്കെ. അതായത് നമ്മള് ഈ ഇപ്പൊ ഇതൊരു ബ്ലോക്ക് ആണ്, കണ്ടോ? ഇതൊരു ബ്ലോക്ക്, ഇതൊരു ബോഡിയാണ്. ഓക്കെ. അപ്പൊ എനിക്ക് ഈ ബോഡിയെ എന്ത് ചെയ്യണം? എനിക്ക് ഈ ബോഡിയെ ഒന്ന് ലിഫ്റ്റ് ചെയ്യണം മേളിലോട്ട്. അപ്പൊ ഈ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ അടിയിൽ ഞാൻ എന്ത് കൊടുത്താൽ മതി? ഇങ്ങനെ ഒരു വെഡ്ജ് കൊടുത്താൽ ഈ ബോഡി എന്ത് ചെയ്യും? ബോഡി മേളിലോട്ട് മൂവ് ചെയ്യത്തില്ലേ? മനസ്സിലായോ? അതായത് ഞാനിപ്പോ ഒരു ഇത് കാണിക്കാം, ഗൂഗിൾ എടുത്ത് കാണിക്കാം, അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. വെയിറ്റ്. ഓക്കെ.
ഹലോ ഹലോ അടോണ കേക്കോ? ആ സർ കേൾക്കാം. ഓക്കെ കണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ ഇപ്പം? അടോണ കാണാം? കാണാം സർ. ഗൂഗിളിന്റെ സ്ക്രീൻ കാണാം? ഗൂഗിൾ കാണാം. ഓക്കെ. അപ്പൊ വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാ, ഇത് കണ്ടോ? വെഡ്ജ് എന്ന് പറഞ്ഞാല് ഈ ട്രയാങ്കുലർ ഷേപ്പിൽ ഇരിക്കുന്ന സാധനങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടോ? കാണാം സർ. കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ വെഡ്ജ് എന്ന് പറയുന്നത്. വെഡ്ജ് അതായത് ഒന്നുകിൽ ട്രയാങ്കുലർ ഷേപ്പില് അല്ലെങ്കിൽ ട്രപ്പീസോയിഡൽ ഷേപ്പില് മെറ്റൽ അല്ലെങ്കിൽ വുഡിലുള്ള സംഭവങ്ങളാണ് ഈ വെഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വെഡ്ജ് വെഡ്ജ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ജ് ഫ്രിക്ഷൻ. ഓക്കെ. വെഡ്ജ് ഫ്രിക്ഷൻ കാണുന്നുണ്ടോ സ്ക്രീനിൽ? വെഡ്ജ് ഫ്രിക്ഷൻ കാണുന്നുണ്ടോ? കാണാം സർ. ഓക്കെ. അപ്പൊ എനിക്കിപ്പോ ഒരു ലോഡ്, ഒരു ഹെവി ലോഡ് ഒന്ന് ലിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ വെയിറ്റ് മേളിലോട്ട് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ അടിയിൽ എന്ത് കൊടുത്താൽ മതി? ഒരു വെഡ്ജ് കൊടുക്കുമ്പോൾ ആ വെഡ്ജ് ഇതിന്റെ അടിയിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഈ ലോഡ് എന്ത് ചെയ്യും? ഈ വെയിറ്റ് മേളിലോട്ട് പോകും. മനസ്സിലായോ? അതാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ ഇപ്പൊ ഈ ഒരു പിക്ചർ കണ്ടോ? ഈ ഒരു പിക്ചറിൽ ഈ W എന്ന് പറയുന്ന ഒരു വെയിറ്റ് ഉള്ളൊരു ബോഡിയാണ്. ആ ബോഡിയുടെ അടിയിലോട്ട് ഞാനൊരു വെഡ്ജ് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഈ വെഡ്ജ് അടിയിലോട്ട് പോകുമ്പോൾ ഈ ബോഡി എന്ത് ചെയ്യും? ഈ ബോഡി മേളിലോട്ട് മൂവ് ചെയ്യും. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇതിനാണ് നമ്മൾ വെഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ വെഡ്ജ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ, അതാണ് വെഡ്ജ് ഫ്രിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെഡ്ജ് ഫ്രിക്ഷൻ വരുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് വെഡ്ജും ഉണ്ട്, പിന്നെ ബോഡിയും ഉണ്ട്. അപ്പൊ രണ്ടിന്റെയും സെപ്പറേറ്റ് എന്ത് വരയ്ക്കണം? ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ.
അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത് പറഞ്ഞേ, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് വായിച്ചേ. A block overlying a 10-degree wedge. അതായത് വെഡ്ജ്, അതായത് 1 മിനിറ്റ്, അതായത് ഇതാണ് നമ്മുടെ വെഡ്ജ്. ഓക്കെ, ഈ വെഡ്ജിന്റെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 10 ഡിഗ്രി എന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇവിടെ ഭയങ്കര മഴയാണ്. ഓക്കെ ഓക്കെ ശരി. സോ ഈ വെഡ്ജിന്റെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 10 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ബാക്കി വായിച്ചോ. On a horizontal floor and leaning against a vertical wall and weighing 1500 Newton. ഓക്കെ, അതായത് ഇവിടെ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഫ്ലോർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ ഫ്ലോർ. This is the horizontal floor, okay, and this is the wall. ഇതാണ് wall. ഈ വോളിൽ ആരിരിപ്പുണ്ട്? ഈ വോളിലാണ് നമ്മുടെ ബ്ലോക്ക് ഇതാ ഇങ്ങനെ ഇരിക്കുന്നത്, കണ്ടോ? ഇതാണ് നമ്മുടെ ബ്ലോക്ക്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബ്ലോക്ക്. അപ്പൊ ഈ ബ്ലോക്കിന്റെ അടിയിലോട്ടാണ് ആരെ കൊടുക്കുന്നത്? ഇതാണ് വെഡ്ജ്. ദിസ് ഈസ് ദ വെഡ്ജ്. ഈ ബ്ലോക്കിന്റെ അടിയിലോട്ട് നമ്മൾ വെഡ്ജ് കൊടുക്കണമെങ്കിൽ ഈ വെഡ്ജിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. മനസ്സിലായോ? ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വെഡ്ജ് ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഈ ബ്ലോക്ക് എന്ത് ചെയ്യും? ഈ ബ്ലോക്ക് മേളിലോട്ട് മൂവ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ ശരി. അപ്പം നമ്മളോട് എന്തൊക്കെയാ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? മിനിമം ഫോഴ്സ് ടു ബി അപ്ലൈഡ് ടു റേസ് ദ ബ്ലോക്ക്. അതായത് ഈ ബ്ലോക്കിനെ മേളിലോട്ട് പൊക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ ഫോഴ്സ് കൊടുക്കണം അല്ലെ? ഫോഴ്സ്. ഈ ഫോഴ്സ് എത്രമാത്രം ഫോഴ്സ് കൊടുത്താലാണ്, എത്രമാത്രം ഫോഴ്സ് ഈ വെഡ്ജിൽ അപ്ലൈ ചെയ്താലാണ് നമുക്ക് ഈ ബ്ലോക്കിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? റേസ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, ഇവിടെ എത്ര ബോഡീസ് ഉണ്ട്? ഇവിടെ 2 ബോഡീസ് ഉണ്ട് അല്ലെ? ആദ്യത്തെ ബോഡി എന്താണ്? ബ്ലോക്ക് ആണ് അല്ലെ? രണ്ടാമത്തെ ബോഡി എന്താണ്? വെഡ്ജ് ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മള് ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം, വെഡ്ജിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഞാൻ ഇവിടെ ബ്ലോക്ക് വരയ്ക്കുകയാണ്. This is my block. ഇതാണ് എന്റെ ബ്ലോക്ക്. അതേപോലെ ഞാൻ വെഡ്ജ് വരയ്ക്കുകയാണ്. This is the wedge. ഓക്കെ, രണ്ടും വരച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണേ. ഇവിടെ അപ്പൊ നമ്മുടെ ബ്ലോക്കിൽ നോക്കിയേ, ഈ ബ്ലോക്കില് ഇതിന്റെ വെയിറ്റ് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. വെയിറ്റ് എത്രയാണ് ഇതിന്റെ ബ്ലോക്കിന്റെ വെയിറ്റ്? 1500 ന്യൂട്ടൺ. ഓക്കെ, 1500 ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യും. ശരി, ഇനി ഇവിടെ നോക്കണം, ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഈ ബ്ലോക്കും ഈ വോളും തമ്മിൽ എന്തുണ്ട്? കോണ്ടാക്റ്റില. കണ്ടോ? കോണ്ടാക്ട്. അപ്പൊ എവിടാണോ കോണ്ടാക്ട് വരുന്നത് അവിടെ എന്തോ ഉണ്ട്? അവിടെ നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഓർമ്മയുണ്ടല്ലോ? എവിടൊക്കെയാണോ ബോഡികൾ, നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എവിടാണോ കോണ്ടാക്റ്റിൽ വരുന്നത്, അപ്പൊ ഇവിടെ ഈ ബ്ലോക്കും ഈ വോളും തമ്മിൽ എന്തോ ഉണ്ട്? കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തോ ഉണ്ട്? നോർമൽ റിയാക്ഷൻ. അപ്പൊ ഇവിടെ നോർമൽ റിയാക്ഷൻ കൊടുത്തേ. ഇവിടെ നോർമൽ റിയാക്ഷൻ കൊടുക്കുക. ഇതിന് ഞാനിപ്പം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിപ്പോ തൽക്കാലം ഇതിന് ഞാനൊരു RN3 എന്ന് കൊടുക്കുകയാണ്. ആദ്യം വെഡ്ജിന്റെ വരച്ചിട്ടാണ് 1 2 3 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ RN3 എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, മൂന്നാമത്തെ നോർമൽ റിയാക്ഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന്റെ ഉദ്ദേശം, കേട്ടോ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ ഈ വെഡ്ജ് ഇവിടോട്ട് കൊടുക്കുമ്പം ഈ ബോഡി എന്ത് ചെയ്യും? ഈ ബോഡി മുകളിലോ ഈ ബ്ലോക്ക് മേളിലോട്ട് മൂവ് ചെയ്യും. ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. അപ്പൊ ഇവിടെ താഴോട്ട് ഈ ബ്ലോക്ക് മേളിലോട്ട് മൂവ് ചെയ്യുമ്പം താഴോട്ട് എന്തോ വരും? താഴോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. പറഞ്ഞ മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താന്ന് പറയാമോ?
mu Rn3. mu into Rn3. Rn3 correct. mu Rn3 അത് എങ്ങോട്ടാണ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. Sir. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഇവിടെ വെഡ്ജും ഈ വെഡ്ജും നമ്മുടെ ബ്ലോക്കും തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ എഗെയിൻ എവിടാണോ കോണ്ടാക്ട് വരുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തോ ഉണ്ട്, നോർമൽ റിയാക്ഷൻ ഉണ്ട്. നോർമൽ റിയാക്ഷൻ അതിന് ഞാൻ Rn2 എന്ന് കൊടുത്തു. നോർമൽ റിയാക്ഷൻ ക്ലിയർ? Sir. ക്ലിയർ? Sir. ഓക്കെ. ഇനി ഇവിടെ നമ്മള് ഈ വെഡ്ജ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട്, അതായത് നമ്മള് വെഡ്ജ് ഇവിടോട്ട് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്തോ ഉണ്ട്, വെഡ്ജ് നമ്മൾ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വെഡ്ജ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. വെഡ്ജിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടാണ്, വെഡ്ജ് മൂവ്മെന്റ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തോ ഉണ്ട്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അതായത് നമ്മൾ വെഡ്ജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇതാണ് എന്റെ വെഡ്ജ്. ഓക്കെ, ഈ വെഡ്ജും ഫ്ലോറും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെ നോർമൽ റിയാക്ഷൻ വരും. ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ. ദിസ് ഈസ് Rn1. ഓക്കെ, അപ്പൊ ഈ വെഡ്ജ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. വെഡ്ജ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എന്ത് വരും, ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താന്ന് പറയാമോ? mu Rn1. mu into Rn1. ശരിയാണ്. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അതായത് ഈ വെഡ്ജ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഫ്രിക്ഷണൽ ഫോഴ്സ് അഗൈൻ ഇവിടെ ഈ ബ്ലോക്കും ഇതും തമ്മിൽ, വെഡ്ജും തമ്മിൽ കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് അവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഇവിടെ കൊടുത്ത Rn2 തന്നെ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. Rn2 ഈ ബ്ലോക്കിൽ കൊടുത്ത Rn2 തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. Rn2. അപ്പൊ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, mu into എന്തായിരിക്കും, mu into Rn2. ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, കണ്ടോ? ഓക്കെ, അപ്പൊ വെഡ്ജില് ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ ബ്ലോക്കിൽ വരുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. mu into Rn2. ക്ലിയർ? ഇത്രയും ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോക്കി പെട്ടെന്ന് ചോദിച്ചു നോക്കിയിട്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇനിയെല്ലാം നമ്മള് റിസോൾവ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. സാർ, ഈ ബ്ലോക്കിന്റെ താഴത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ mu Rn2? അതെ, അത് ഓപ്പോസിറ്റ് അല്ല വരുന്ന ഡയറക്ഷൻ. അതായത് നമ്മൾ ഈ വെഡ്ജിന്റെ ഡയറക്ഷൻ, അതായത് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്കും വെഡ്ജും തമ്മിലുള്ള കണക്ഷനിലാണ് വരുന്നത്, അവിടാണ്. അപ്പൊ അവിടെ വെഡ്ജിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഈ ഡയറക്ഷനിലാണ്, കണ്ടോ? ഇങ്ങോട്ടാ, കണ്ടോ? കാരണം വെഡ്ജ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. അപ്പം അതിന്റെ ഓപ്പോസിറ്റിൽ വേണം ഈ ബ്ലോക്കിൽ കൊടുക്കാൻ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഓക്കെ. ഇനി വേറെ ഒന്നുമില്ല. ഇനി നമ്മള് ചെയ്യുന്നത് എന്താണ്, വെഡ്ജിന്റെ സിഗ്മ Fx ഈക്വൽ ടു 0 കണ്ടുപിടിക്കുക, സിഗ്മ Fy ഈക്വൽ ടു 0 കണ്ടുപിടിക്കുക. അതുപോലെ ബ്ലോക്കിന്റെ അതേപോലെ തന്നെ സിഗ്മ Fx ഈക്വൽ ടു 0 കണ്ടുപിടിക്കുക, സിഗ്മ Fy ഈക്വൽ ടു 0 കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏതിന്റെ വാല്യൂ കിട്ടും, പിയുടെ വാല്യൂ കിട്ടും. ചെയ്ത് നോക്കാവോ? ഇവിടെ ഭയങ്കര മഴയാണ്. ഇവിടെ ഭയങ്കര മഴയായോണ്ടാണ്.
ആ സർ. ഞാനാണെങ്കിൽ സർ ഉറക്കെ പറ കേൾക്കുന്നില്ല. ഈ ഈ മ്യൂ ആർ എൻഡും ഒക്കെ ചരിഞ്ഞല്ലേ കിടക്കുന്നത്. അപ്പൊ അതിനെ റിസോൾവ് ചെയ്യണം. ഈ ബ്ലോക്കിന് ആംഗിൾ ഇല്ലല്ലോ. കേൾക്കുന്നില്ല, ഉറക്കെ പറഞ്ഞേ. ബ്ലോക്കിന് ആംഗിൾ ഇല്ലല്ലോ, അത് ബ്ലോക്കിന് ആംഗിൾ ഇല്ല, പക്ഷെ വെഡ്ജിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്. വെഡ്ജിന്റെ ആംഗിൾ എത്രയാ? 10 ഡിഗ്രി. ആ 10 ഡിഗ്രി വെച്ച് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അതല്ല, ബ്ലോക്കിനപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതും ചരിഞ്ഞല്ലേ വരുന്നത്. ബ്ലോക്ക് അതായത് ഇവിടെ നോക്കിയേ, ഈ ആംഗിൾ എത്ര എന്ന് പറഞ്ഞു? ഇത് ബ്ലോക്ക് ആണ്. ഇത് ബ്ലോക്ക് ആണ്. ഈ ആംഗിൾ എത്രയാന്ന് പറ? 10 അല്ലേ? 10 ഡിഗ്രി. മനസ്സിലായോ? അതായത് വെഡ്ജിന്റെ ആംഗിൾ 10 ആയതുകൊണ്ട് ഈ ബ്ലോക്കിന്റെ താഴത്തെ ആംഗിൾ എത്ര? 10 ഡിഗ്രിയാണ്. മനസ്സിലായോ? ഓക്കെ. സോ ഞാനിപ്പോ ഇതിന്റെ ആൻസർ അങ്ങോട്ട് അയച്ചു തരാം, അത് ചെയ്ത് നോക്കാവോ? ചെയ്ത് നോക്കാം. ഓക്കെ. കിട്ടിയില്ലെങ്കിൽ ഞാൻ നാളെ പറയാം കേട്ടോ. ഓക്കെ സർ. ബിക്കോസ് ഇവിടെ മഴ ആയതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. ചെയ്യട്ടെ, എങ്ങനെയാന്ന് പിടികിട്ടിയോ? മനസ്സിലായി സർ. ഓക്കെ. കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഇന്ന് വൈകിട്ട് ചിലപ്പോ ക്ലാസ് എടുക്കും, അന്നേരം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ സർ. വന്നോ നോക്കിയേ വാട്സാപ്പില്? വന്നിട്ടുണ്ട്. ഓക്കെ. എത്ര നമ്മള് പിയുടെ വാല്യൂ എത്ര നോക്കിയേ? ഒരു മിനിറ്റ്, ലോഡ് എത്ര പിയുടെ വാല്യൂ? 1418.38. 1418.38 ന്യൂട്ടൺ. ഇതാണ് കിട്ടേണ്ടത് നമുക്ക്. ഇതാണ് ആൻസർ. അതായത് ഇത്രയും ഫോഴ്സ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ബ്ലോക്കിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? റേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ അത് നമ്മൾ ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ 2 ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു സെപ്പറേറ്റ് ആയിട്ട്. എന്നിട്ട് വെഡ്ജിന്റെ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 സോൾവ് ചെയ്യാം. ബ്ലോക്കിന്റെ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0. മൊത്തം എത്ര ഇക്വേഷൻ ഉണ്ട് ഇവിടെ? 4 ഇക്വേഷൻ വരും. 4 ഇക്വേഷൻ. അപ്പൊ ഈ 4 ഇക്വേഷൻ എല്ലാം കൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ പി 1418.38. ഒന്ന് ചെയ്ത് നോക്കാവോ? നോക്കാം. ശരി. അപ്പൊ ഓക്കെ. ശരി. ഓക്കെ.